ടോയ്ലറ്റിൻ്റെ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞിട്ടുണ്ടോ എന്ന് തുറന്നു നോക്കിയിട്ട് ആരെങ്കിലും വാങ്ങുമോ? ഇനി ആ ടോയ്ലറ്റിൻ്റെ സെപ്റ്റിക് ടാങ്ക് എത്രത്തോളം ആഴമുണ്ട് എന്ന് നമ്മൾ കൈയിട്ടൊന്നും നോക്കാനും പറ്റൂല. സിറ്റുവേഷനിലായാലും ഭാവിയിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനും ഈ ഭൂമിയിൽ ജീവിക്കാനും ആ വിദ്യാഭ്യാസവും നിങ്ങളുടെ ജോലിയും നിങ്ങളുടെ ഏണിങ്സേ നിങ്ങളെ സഹായിക്കുള്ളൂ എന്ന് പറഞ്ഞതിന് സിലിപ്പ് കുടുംബം കളിക്കുകയാണ്. ഈ ടോയ്ലറ്റിൽ നിന്നും ബബിൾസ് ഇങ്ങനെ പൊന്തി ഇങ്ങനെ ബബിൾസ് ആയിട്ട് ഗ്ലു 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 എന്നുള്ള സൗണ്ടുകൾ വരും. ഒന്ന് ആലോചിച്ച് നോക്കി. ജിമ്മി പുട്ടുപൊടിയുടെ മാനേജർ എന്നെ വിളിച്ച് ഇവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ കുട്ടിക്ക എന്നോട് നേരിട്ട് സംസാരിച്ചു. എന്നെ ഒരുപാട് ഇതിൻ്റെ പേരിൽ മറ്റുള്ളവർക്ക് കുറ്റം പറയാനും വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഇതുപോലെ ഇട്ടുകൊടുക്കാതിരിക്കുക. അത് ആയിത്താത്താനെ ആണെങ്കിലും ശരി, ഞാനാണെങ്കിലും ശരി. സെപ്റ്റിക് ടാങ്കിന് അറിയും അത് നമ്മൾ ക്ലീൻ ചെയ്യാന്നുള്ളത് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. ഇതിൽ വലിയ സെൻറ്റി അടിച്ച് വലിയ കാര്യമൊന്നും നമ്മൾ പറയേണ്ട ഒരു കാര്യമില്ല. ആ ഒരു വീട് കുറ്റം പറയണ്ട പ്ലീസ്. അതുപോലെ ഇല്ലാത്ത എത്രയോ പാവ ആൾക്കാർ റോഡ് അരികിൽ തണുത്ത് വിറച്ച് ജീവിക്കുന്നുണ്ട്. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ആക്ച്വലി ഞാൻ വീഡിയോസൊന്നും എടുക്കുന്നില്ല എന്ന് വിചാരിച്ചൊരു ദിവസമാണ്. പക്ഷേ ഒരു അലിഗേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിയർ ആക്കേണ്ടത് എൻ്റെ ഒരു കടമയായതുകൊണ്ട് ഏതായാലും ശരി. അത് മാത്രമല്ല, ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും ഭാവിയിലേക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു എവിഡൻസോ ഒരു തെളിവോ ഒക്കെ ആയിട്ട് എനിക്ക് ഉപകാരപ്പെടാറുണ്ട്. ഇത് ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ എടുക്കാനുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഈ ഷെൽഫെല്ലാം ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഫുള്ളും നമുക്ക് ഈ ഓരോ പ്രൊമോഷന് വരുന്ന പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെയാണ്. കുട്ടികൾ ചിലപ്പോൾ ഇങ്ങനെ വലിച്ചിടുമൊക്കെ ചെയ്യും. ഏതായാലും നമുക്ക് നമ്മുടെ കണ്ടൻറ്റിലേക്ക് കടക്കാം. എന്താ കാര്യം എന്നുള്ളത് പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഒക്കെ കണ്ട ആൾക്കാർക്ക് അറിയാം. നല്ല വൃത്തിയുള്ള ഇത് വന്നിട്ട് നമ്മുടെ സ്വിമ്മിംഗ് പൂളാണ്. ചെറിയൊരു സ്വിമ്മിംഗ് പൂള് നമ്മുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ചെയ്തതായിരുന്നു. പിന്നെ ഇത് വന്നിട്ട് വീടിൻ്റെ ശരിക്കും പറഞ്ഞാൽ സൈഡ് വശമാണ് കേട്ടോ. ഇത് ഞാനൊരു ബെഡ്റൂമിൻ്റെ ഭാഗത്ത് എൻട്രൻസ് ഉണ്ടാക്കി ഇങ്ങനൊരു ചുറ്റും കെട്ടിയിട്ട് ഈ ഒരു പരുവത്തിലേക്ക് ആക്കി മാറ്റിയതാണ്. ഇവിടെയാണ് ഈ വീടിൻ്റെ സെപ്റ്റിക് ടാങ്ക് ഒളിഞ്ഞു കിടക്കുന്നത്. അപ്പോൾ അതിന് ചുറ്റും നല്ല ഭംഗിയാക്കി ടൈലൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ സെപ്റ്റിക് ടാങ്കിൻ്റെ ഭാഗത്ത് കുറച്ച് മണ്ണൊക്കെ ഇട്ട് ഫില്ല് ചെയ്ത് അതിൻ്റെ പുറത്ത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇത് കുറേ ആയപ്പോൾ നമ്മൾ ഈ വീട് ഒരു പഴയ വീട് വാങ്ങിച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യം ഞാനിങ്ങനെ നടന്നിട്ട് കാണിച്ചു തരാവേ എന്താ സംഭവം എന്നുള്ളത്. ഇത് നോക്കിക്കോ. ഞാനിപ്പോൾ ഇവിടെ നിന്ന് നേരെ ഈ ഒരു ഭാഗത്തു നിന്ന് നേരെ കയറുന്നത് നമ്മുടെ ബെഡ്റൂമിൽ കൂടെ. അതായത് ഇതായിരുന്നു എൻ്റെ മുമ്പത്തെ ബെഡ്റൂം. ഇപ്പോൾ ഇവിടെ എൻ്റെ മോള് റനക്കുട്ടിയാണ് ഈ ബെഡ്റൂമിൽ ഉറങ്ങുന്നത്. എന്നിട്ട് ഇവിടെ നിന്ന് നേരെ പോകുന്നത് ഇങ്ങനെ എന്തെങ്കിലും ആ ഒരു സെപ്റ്റിക് ടാങ്കിന് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഹോളിൽ കൂടെ പുറത്തേക്ക് കടന്ന് എന്നിട്ട് ഈ സിറ്റൗട്ടൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. പിന്നീട് ഞാൻ വീട്ടിലേക്ക് സ്ഥലം പോരാതായപ്പോൾ കുറേശ്ശെയായിട്ട് നമ്മൾ ഈ പൈസ ഉണ്ടാക്കിയിട്ട് കുറേശ്ശെയായിട്ട് ഇങ്ങനെ മാറ്റിയെടുത്തതാണ്. അപ്പോൾ ഇങ്ങനെ വേണം എന്തെങ്കിലുമൊക്കെ ആക്കാൻ. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ സെപ്റ്റിക് ടാങ്കിന് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുന്നത്. കഴിഞ്ഞ മാർച്ചോ ഏപ്രിലോ ആ ഒരു സമയത്താണ് നമ്മൾ ഒരു ഫാമിലിക്ക് വീടെടുത്ത് കൊടുക്കുന്ന കാര്യമായിട്ട്, അതായത് ഒരു 6 മക്കളുമായിട്ട് അവർക്ക് ഭർത്താവുണ്ട്, ഭാര്യ, 6 മക്കൾ, അവർക്ക് യൂട്യൂബ് ചാനലുണ്ട്. ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അവരുടെ വീട് അവർ വിറ്റു. അവർക്ക് ഇനി പോയി കയറി കിടക്കാൻ ഒരു ഇടവുമില്ല. വാടക വീട്ടിലേക്ക് വേണം പോകാൻ. പക്ഷെ വാടക വീട്ടിലേക്ക് പോകാനുള്ള സാമ്പത്തികമായിട്ട് പ്രയാസമാണ്. ഈ വീട് വിറ്റ് ആ പൈസ ഇവർ കൊടുക്കാനുള്ളവർക്ക് കൊടുത്തു. അതായത് ബാങ്ക് ലോണായിരുന്നു, അതും വീട്ടിൽ കൊടുക്കാനുള്ളവർക്ക് കൊടുത്തു. കയ്യിലൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ പൊതുവേ ഈ സിമ്പതിയും എമ്പതിയും ഉള്ള ആൾക്കാർ തമ്മിൽ വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. സിമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരാളിനെ കണ്ട് അവരെ വിഷമം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അയ്യോ പാവം, ഇതാണ് സിമ്പതി. പക്ഷേ എമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ പാവം, ഇനി അവരുടെ ആ വേദന അതേ അളവിൽ അതേ ഇൻറ്റൻസിറ്റിയിൽ നമ്മളങ്ങോട്ട് ഏറ്റെടുത്ത് അവർക്ക് ആ വേദന നമ്മളും സഹിച്ച് അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ അവരുടെ ജീവിതത്തിൽ ചെയ്തു കൊടുക്കണം എന്ന് വിചാരിച്ച് ഇറങ്ങി പുറപ്പെടുന്ന ആ ഒരു തരം
സ്വഭാവമാണ് ഈ എമ്പതി എന്ന് പറയുന്നത്. പൊതുവേ ഈ എമ്പതി കാണിക്കുന്ന ആൾക്കാർക്ക് നല്ലോണം പണികൾ എല്ലാ ഭാഗത്തു നിന്നും കിട്ടാറുമുണ്ട്. പക്ഷേ ഇവർ എത്ര കിട്ടിയാലും പഠിക്കൂല. അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ മുന്നിലേക്ക് ഇതുപോലൊരു ഫാമിലി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ഇട്ടു. ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ലക്ഷങ്ങളും കോടികളും ഒന്നും വരില്ല. ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിച്ച് അന്വേഷിക്കും. ഞാൻ ആ സമയത്ത് ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇവർക്ക് വേണ്ടി ഞാൻ സാധാരണ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ വരുന്ന കോൾസ് ഞാൻ അറ്റൻഡ് ചെയ്യാറില്ല. എൻ്റെ സ്റ്റാഫോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എൻ്റെ ഹസ്ബൻഡോ ഒക്കെയാണ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിൻ്റെ കാര്യം ഇവർക്ക് എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഒരു പാർപ്പിടം റെഡിയാക്കണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടി വിളിക്കുന്ന ഓരോരുത്തരും, ചിലപ്പോൾ ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ എനിക്ക് കോളൊക്കെ വന്നിട്ടുണ്ട്. ഓരോരുത്തരോടും സംസാരിച്ച് ഈ വിളിക്കുന്ന ആൾക്കാർ എന്തൊക്കെ ചോദിക്കുന്നറിയോ, കുട്ടികൾക്ക് ഈ 6 കുട്ടികൾക്ക് വാപ്പല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ സത്യസന്ധമായ രീതിയിലാണ് എല്ലാവരോടും പറയേണ്ടതെന്ന്. വാപ്പ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ എന്നോട് ഇങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, വാപ്പ ഉണ്ടായിട്ട് പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ ഒരു പണിക്ക് നിൽക്കുന്നത്, അവർ അധ്വാനിച്ച് ചെയ്യേണ്ട കാര്യമല്ലേ എന്നുള്ളത്. അപ്പം ഞാൻ പറയും 6 കുട്ടികളാണ്. നമ്മളൊരു സാധാരണ ഒരു ഫാമിലിക്ക് തന്നെ ജീവിക്കണമെങ്കിൽ എന്തോരം പ്രയാസമാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അവരത്രയും ബുദ്ധിമുട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് എന്നൊക്കെ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ആ ഒരു സമയത്ത് പഠിച്ചോൻ്റെ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്ന ഒരു സംഭവമുണ്ട്. ഒരു 10 ലക്ഷം രൂപയോ അങ്ങനെ എന്തോ കളക്റ്റായ ഒരു സമയത്താണ്, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. പക്ഷേ ഇതെല്ലാം തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ട് ആ സമയത്ത് ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും ഇപ്പം ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോഴത്തെ വീഡിയോസ് നിങ്ങൾക്ക് പോയി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെ എന്നെ അജ്മി പുട്ടുപൊടിയുടെ ഓണർ, ഇത് ഞാൻ അപ്പോഴത്തെ വീഡിയോയിൽ പേര് പറഞ്ഞിട്ടില്ല, അജ്മി പുട്ടുപൊടിയുടെ മാനേജർ എന്നെ വിളിച്ച് ഇവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അങ്ങനെ സത്യസന്ധമായി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് നേരം കഴിഞ്ഞതും എനിക്ക് കോൾ വരുന്നത് ആ അജ്മി പുട്ടുപൊടിയുടെ ഓണറായിട്ടുള്ള കുട്ടിക്ക എന്ന് പറയുന്ന പേര് തന്നെയാണോ എന്നുള്ള അറിയില്ല. എനിക്ക് ഭയങ്കര ഷോർട്ട് ടൈം മെമ്മറി ഉണ്ട്, ഇപ്പോൾ മറവി നല്ലോണം ഉണ്ട്, അതുകൊണ്ട് ക്ഷമിക്കണം. കുട്ടിക്ക എന്നോട് നേരിട്ട് സംസാരിച്ചു, എന്നെ ഒരുപാട് അഭിനന്ദിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവർ പറഞ്ഞൊരു കാര്യമാണ്, മോളെ ഇപ്പോൾ എത്ര പൈസ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്ര പൈസ ആയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇവർക്ക് 3 സെൻറ്റ് സ്ഥലം മോള് വാങ്ങും, എന്നിട്ട് 3 സെൻറ്റാണോ 5 സെൻറ്റാണോ എന്ന് പറഞ്ഞെന്ന് ഓർമ്മയില്ല. ഇവർക്ക് കറക്റ്റായിട്ട് കണക്കുണ്ട് കേട്ടോ. അതിൻ്റെ മേലേക്ക് അവർ കൊടുക്കില്ല. കാരണം ഓരോ ഫാമിലി 150 വീടോളം ഇവരെടുത്തു കൊടുക്കുന്നുണ്ട്. ഓരോ ഫാമിലിക്ക് ഇത്രയും എന്നുള്ളത് ഇവർ കറക്റ്റ് കണക്ക് വെച്ചിട്ടാണ്, അർഹത എത്രയാണോ അതിനനുസരിച്ച് കൊടുക്കുള്ളൂ എന്നുള്ള ആ ഒരു അജണ്ടയിലാണ്. 650 സെൻറ്റ് സ്ഥലം ഞാൻ അവർക്ക് ഈ പൈസയിൽ വാങ്ങിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി പൈസ അവരെ ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ബാക്കിയുള്ള പൈസ എല്ലാം ഇട്ട് അവരുടെ തന്നെ ആൾക്കാർ അവരുടെ മേൽനോട്ടത്തിൽ 650 സ്ക്വയർ ഫീറ്റ് വീട്, ഐ തിങ്ക് 2 ബെഡ്റൂം, ഹാള്, കിച്ചൺ, ടൈൽസ് ഇട്ട വീടാണ്, വാർപ്പാണ്, ഇങ്ങനെ എടുത്തു കൊടുക്കാം എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സ്വർഗം കിട്ടിയ പോലെയായിരുന്നു ആ ഒരു സമയത്ത്. ഇത്രയും വലിയൊരാൾ എന്നെ വിളിച്ച് സംസാരിച്ച്, ഇതിൻ്റെ ഇടയിൽ കുറേ കോൺവെർസേഷൻ ഞങ്ങൾക്ക് ഇടയിൽ സംഭവിച്ചിട്ടുണ്ട്. ഇവർ ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് ഉപ്പുണ്ടോ എന്ന് ചോദിച്ചു. ഉപ്പുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഒരുപാട് പേര് ഉപ്പുണ്ടായിട്ടും ആണുങ്ങൾ ഉണ്ടായിട്ടും ഇല്ലാത്തൊരവസ്ഥയിൽ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, നിങ്ങൾ അത് കണക്കാക്കരുത്, അവർക്ക് എങ്ങനെയെങ്കിലും ഇതൊന്ന് സെറ്റാക്കി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ മോള് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ഇവർ നേരിട്ട് പോയി ആൾക്കാരെ കണ്ട് സംസാരിച്ചൊക്കെ ചെയ്യുള്ളൂ. ആദ്യം എന്നോട് അതാ പറഞ്ഞത്, ഞാനൊന്ന് നേരിട്ട് പോയി കാണട്ടെ എന്നിട്ടേ ഞാൻ തീരുമാനിക്കുള്ളൂ എന്ന് പറഞ്ഞ് ഇവരുടെ ആൾക്കാർ പോയി കാണും. പിന്നെ എന്നോട് സംസാരിച്ചതിന് ശേഷം പറഞ്ഞു എനിക്കിനി നേരിട്ട് കാണുമൊന്നും വേണ്ട മോളെ, എല്ലാ കാര്യം നീ പറഞ്ഞല്ലോ, നമുക്കിത് അങ്ങോട്ട് ചെയ്തു കൊടുക്കാം, നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ അവരുടേതായിട്ട് ഈ ചാരിറ്റി ചെയ്യുന്ന ഈ ആൾക്കാർ അവരുടെ അനുഭവത്തിൽ നിന്നും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഈ വരുന്ന ആൾക്കാർ, ബുദ്ധിമുട്ടുള്ള ആൾക്കാർ അവരുടെ കുറേ ആവശ്യങ്ങൾ പറയും. അവർക്ക് ചിലപ്പോൾ വലിയ വലിയ ആവശ്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊന്നും കണക്കാക്കണ്ട, ഈ പറഞ്ഞ പോലെ ചെയ്താൽ മതി, അവർക്ക് ജീവിക്കാനുള്ള ഒരു മാർഗം നമ്മളാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു വിവരം ഈ ഒരു ഫാമിലീനെ അറിയിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കുള്ള സഹായം എത്തിക്കഴിഞ്ഞാൽ ഞാനത് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളത് എൻ്റെ ഒരു കടമയാണ്. കാരണം വീണ്ടും അതിൻ്റെ പേരിൽ പൈസ നമ്മൾ തിരിക്കാൻ പാടില്ല. ഇത്രയും വലിയൊരു ആൾക്കാർ ഇതിന് വേണ്ടിയിട്ട് തയ്യാറായി വന്നു കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ആ ഒരു കാര്യം ഇവരെ അറിയിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ഇവർക്കുള്ള സഹായം എത്തിയിട്ടുണ്ട്, ഇതുപോലെ വീടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതിൽ വീഡിയോയിൽ
നമ്മൾ ഓൾറെഡി ഇട്ട വീഡിയോയിൽ എഴുതിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പേരിൽ നിങ്ങൾ ആരും പൈസ ഇടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നീട് അങ്ങോട്ട് സംഭവിച്ചത് ഭയങ്കര സംഭവബഹുലമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഒരാൾ നമ്മളോട് സഹായം ചോദിച്ച് വരുന്ന സമയത്ത് ഞാൻ ആദ്യം പറയും, കംപ്ലീറ്റ് ആയിട്ട് എന്നെ വിശ്വസിച്ച് പരിപൂർണമായിട്ട് എന്നെ വിശ്വസിക്കുകയും അവസാനം വരെയും ആരും സഹായിച്ചില്ലെങ്കിലും ഏതെങ്കിലും മാർഗത്തിൽ അവസാനം വരെയും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷേ എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ അത്രയും കാലം ഇല്ലാത്ത ഫാമിലി അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വന്ന് കുത്തിത്തിരിപ്പ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കാം. അതിൻ്റെ പുറത്താണോ എന്നുള്ളത് അറിയില്ല. അവർക്ക് ആ ഒരു വീട് വാങ്ങുന്നതിനോട്, അതായത് ഈ ഒരു കെട്ടിക്കൊടുക്കുന്ന ഇത് മാത്രമല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇവർക്ക് ഇത്രയും സ്ക്വയർ ഫീറ്റുള്ള ഇങ്ങനൊരു വീടാക്കി തരും. ആ വീട് കെട്ടുന്നവരെ ഇവർ 1 വർഷമാണെങ്കിൽ 1 വർഷം, 2 വർഷമാണെങ്കിൽ 2 വർഷം, അല്ലെങ്കിൽ 6 മാസമാണെങ്കിൽ 6 മാസം ഇരിക്കാൻ ഒരു വാടക വീട് നമ്മൾ റെഡിയാക്കി കൊടുക്കും. ഈ റെഡിയാക്കി കൊടുക്കുന്ന വാടക വീടിൻ്റെ വാടക നേരിട്ട് ഓണറിൻ്റെ അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും പോകും. ഇവരതിനെക്കുറിച്ച്, ഈ 6 മക്കളും ഉമ്മയും അതിനെക്കുറിച്ച് യാതൊരു വിധമായിട്ടുള്ള വറീഡാവേണ്ട കാര്യമേ ഇല്ല. സമാധാനത്തിൽ നിങ്ങൾ ജീവിക്കുക എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിത് അറിയിക്കുന്നത്, വാടക. അപ്പോൾ ഇവരങ്ങനെ അങ്ങനെ ഒരു ചെറിയൊരു വീടിന് ഇവർക്ക് അന്ന് താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം അവരുടെ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ ഫാമിലിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, അത് അത്ര ചെറിയ വീടൊന്നും വാങ്ങണ്ട, ഈ ഇരിക്കണ വീട് തന്നെ എങ്ങനെയെങ്കിലും, മീൻസ് വിറ്റ വീട് തന്നെ എങ്ങനെയെങ്കിലും തിരിച്ച് വാങ്ങാൻ നോക്കൂ എന്നുള്ള ഒരു കാര്യം. പക്ഷേ അവിടെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവർ ഈ വീട് രജിസ്ട്രേഷൻ കഴിഞ്ഞു വേറെ ആൾക്കാർക്ക് വിറ്റു. ഈ വാങ്ങുന്ന ആൾക്കാരും ഒരുപാട് പ്രയാസപ്പെട്ടിട്ടായിരിക്കും അവരുടെ വീട് വാങ്ങിയിട്ടുണ്ടാവുക. ഓക്കെ, ഇരിക്കുന്ന വീട് വിറ്റൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. അവരോട് നമ്മൾ സംസാരിച്ച് നോക്കി. ഇതിൻ്റെ ഇടയിൽ എന്നെ ഹെൽപ്പ് ചെയ്യാനും എന്നിട്ട് കുഞ്ഞാക്കാന്ന് പറഞ്ഞിട്ടുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യൻ ഇതിൻ്റെ ഇടയിൽ നിന്ന് ഒരുപാട്, അതായത് ഞാനിരിക്കുന്നത് പാലക്കാടും ഈ ഒരു സംഭവം നടക്കുന്നത് മലപ്പുറമാണ്. ഇവിടെ നിന്ന് എത്രയോ കിലോമീറ്ററോളം നമുക്ക് യാത്ര ചെയ്താൽ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അവിടെ സംഭവിക്കുന്ന കാര്യമൊന്നും സീലുവിന് നേരിട്ട് അറിയാനുള്ള വഹിയൊന്നും അവിടെ നിന്നും കിട്ടുന്നില്ല. അങ്ങനെയാണ് പടച്ചോനായിട്ട് ഇറക്കി തന്നതാണ് കുഞ്ഞാക്കാനെ. കുഞ്ഞാക്ക എന്നെ വിളിച്ച് എല്ലാ കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ആ വീട്ടുകാരോട്, വാങ്ങിയ വീട്ടുകാരോട് സംസാരിച്ച സമയത്ത് എങ്ങനെയും 10-18 ലക്ഷം രൂപയുടെ മുകളിൽ അത് തിരിച്ച് വാങ്ങണമെങ്കിലാവും. നമ്മുടെ കയ്യിൽ അത്രയും വലിയ പൈസയും കാര്യങ്ങളും ഒന്നുമില്ല. ഓൾറെഡി വിറ്റ് കഴിഞ്ഞൊരു വീടുമാണ്. ഇവർ വേറെ ഒരു വഴിയില്ലാതെ പുറത്തേക്ക് ഇറങ്ങി പോകേണ്ട ഒരു സിറ്റുവേഷനാണ്. അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കൊടുക്കാൻ റബ്ബ് ഒരാളിനെ ഇറക്കി തന്നത്, അതായത് അജ്മി പുട്ടുപൊടിയുടെ ഓണർ. പടച്ചോൻ അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും ഒക്കെ നീട്ടി കൊടുക്കട്ടെ. എത്രയോ ഫാമിലി അവരുടെ ആ ഒരു ഇതിൽ സന്തോഷത്തോടെ വീടുകളിൽ ജീവിക്കുന്നുണ്ട് അല്ലേ. സന്തോഷത്തോടെ ആ ഒരു വീട് അക്സെപ്റ്റ് ചെയ്തിട്ട്, അങ്ങനെ ഇവർക്ക് ഈ വീട് വേണ്ട, ആ വീട് തന്നെ വേണമെന്ന് പറഞ്ഞാൽ അത് ഓണറായിട്ട് സംസാരിച്ചപ്പോൾ 18 ലക്ഷം രൂപയുടെ മുകളിൽ എന്തായാലും ആവും. കാരണം അവർ ഒരുപാട് സ്വർണ്ണം കാര്യങ്ങളൊക്കെ വിറ്റിട്ടാണ് ആ ഒരു വീട് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം. പക്ഷേ അത് നമുക്ക് കൂട്ടിയാൽ കൂടില്ല. കാരണം ഓൾറെഡി ഒരു സഹായം ഇവർക്ക് എത്തിയിട്ടുണ്ട്. നമ്മളത് ഇനി ഇതിൻ്റെ പേരിൽ ആരും സഹായിക്കണ്ടെന്ന് പറയണ്ട. അതിൻ്റെ ഇടയിൽ ഇവരുടെ ഫാമിലിയിൽ നിന്നും വേറൊരാൾ എന്നെ വിളിച്ച് എന്നെ എത്രത്തോളം ഹരാസ് ചെയ്തിട്ടുണ്ട് എന്നറിയോ. നിങ്ങൾ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്, ഇവർക്ക് വേണ്ടിയിട്ട് പിരിക്കുന്നത് അല്ലേ, ജനങ്ങളെ അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന രീതിയിൽ, കുറച്ചും കൂടെ പൈസ വരട്ടെ എന്നിട്ട് ചെയ്താൽ പോരെ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. വേറൊരാളെ ഹെൽപ്പ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ആ ചാപ്റ്റർ ക്ലോസ് ആണ് ചെയ്യേണ്ടത്. കാരണം ബാക്കിയുള്ള ജനങ്ങളുടെ പൈസ എന്ന് പറഞ്ഞത് അത് അർഹതപ്പെട്ട ആൾക്കാരിലേക്ക് എത്താനുള്ളതാണ്. എനിക്ക് അങ്ങനെ അത് ചെയ്യാനായിട്ട് പറ്റൂല എന്നുള്ള കാര്യവും പറഞ്ഞു. അവസാനം എനിക്ക് ഇത് ഒരു താല്പര്യക്കുറവ് വന്നു. ഞാൻ പറഞ്ഞു ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, പിന്നെ ഈ ഒരു പൈസ നിങ്ങളുടെ മക്കളുടെ, അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ജനങ്ങളിൽ നിന്നും കിട്ടിയ പൈസ മക്കളുടെ പേരിൽ ഇടേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, ബാക്കി എന്താ വെച്ചാൽ നിങ്ങൾ ചെയ്തോളി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്ഥലം വാങ്ങണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളി, ആ പൈസ അങ്ങനെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞു. പിന്നെ അതിന് ശേഷം ഭയങ്കര വിഷമമായിരുന്നു അവർക്ക്. അയ്യോ സിലു എന്നോട് ക്ഷമിക്കണം, അതങ്ങനെ സംഭവിച്ചു പോയി, ഞാൻ ഓരോരുത്തരുടെ വാക്ക് കേട്ടുപോയി എന്നുള്ള അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായി. എന്നിട്ട് ഇവർ എന്നോട് അങ്ങനെയൊക്കെ ഒരുപാട് വിഷമമൊക്കെ പറഞ്ഞു. എനിക്ക് സിലു അല്ലാതെ വേറെ ആരും ഇല്ല, അല്ലെങ്കിൽ പൈതങ്ങളെയും കൊണ്ട് എനിക്ക് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങേണ്ടി വരും എന്ന രീതിയിലൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് പൊതുവെ മനസ്സലിയല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്യ്, ആ പൈസ കൊണ്ട് എന്താണോ അത് റെഡിയാക്കാൻ പറ്റും എന്നുള്ള കാര്യം ഞാൻ പറയണം. അങ്ങനെ സിലു അല്ല ഇവർ ഇപ്പോൾ പ്രശ്നമുണ്ട്. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് സിലു പുതിയതല്ല, ഒരാളിരുന്ന് ഒരു വീട് സിലുവിൻ്റെ കെയർ ഓഫിൽ അല്ലെങ്കിൽ സിലു വാങ്ങിച്ചു കൊടുത്തു ജനങ്ങളുടെ സഹായത്തോടെ എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ
ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന് ശേഷം ഇവർ എനിക്ക് ഇങ്ങോട്ടേക്ക് ഒരു വീട് കണ്ടിട്ടുണ്ട്, സിലു അത് വാങ്ങിത്തരാനുള്ള ഏർപ്പാട് ചെയ്യുമോ എന്ന് ഇങ്ങോട്ട് പറയാണ്. ഓക്കെ, ഞാൻ കണ്ടതോ അല്ലെങ്കിൽ കുഞ്ഞാക്ക കണ്ടതോ ആയിട്ടുള്ള വീടുകളോ ഒന്നും അല്ല. ഇതിൻ്റെ ഇടയിലും കുഞ്ഞാക്ക വേറെ വീടുകൾ നോക്കുകയും അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങൾ നോക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരങ്ങനെ നമ്മൾ പാടെ കൈ വിട്ടിട്ടും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഇപ്പം ഞാൻ എന്തായാലും പേര് പറയാം, ഋഷ എന്നോട് ഒരു വീഡിയോ അയച്ചു തന്നിട്ട് ഋഷയാണ് ഇങ്ങോട്ട് പറയുന്നത്, സിലു ഇങ്ങനെ ഒരു വീട് കണ്ടിട്ടുണ്ട്, ആ വീട് നമുക്ക് വാങ്ങാം എന്നുള്ള കാര്യം. അങ്ങനെയാണ് കുഞ്ഞാക്കാനെ ഞാൻ കോൺടാക്ട് ചെയ്ത് കുഞ്ഞാക്കാനോട് പറഞ്ഞു അതൊന്ന് പോയി അന്വേഷിച്ച് നോക്കി നമുക്ക് ആ ഒരു വീട് വാങ്ങിച്ചു കൊടുക്കാമെന്നുള്ളത്. ഇവർ പോയി നോക്കി കണ്ടു, നല്ലൊരു വീട്. എനിക്കും ഇവർ വീഡിയോ അയച്ചു തന്നു, കാണാൻ കുഴപ്പമൊന്നുമില്ല. അന്തസ്സായിട്ട് 6 മക്കളെയും വെച്ച് സമാധാനത്തിൽ ജീവിക്കാൻ പറ്റിയ നല്ലൊരു അന്തരീക്ഷമുള്ളൊരു വീടായിരുന്നു. ഇവർക്ക് ഓക്കെ ആണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇവിടെ നിന്ന് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ 10,000 രൂപ അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അഡ്വാൻസും പേപ്പർ വർക്കിനും വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് അയച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ 8,000 രൂപ കുഞ്ഞാക്കാൻ്റെ കയ്യിൽ അയച്ചു കൊടുത്തു. കുഞ്ഞാക്ക അതിന് വേണ്ടിയിട്ടുള്ള വർക്ക് കാര്യങ്ങളൊക്കെ ഋഷ അയച്ചു കൊടുത്തു. ഞാൻ അയച്ചു കൊടുത്ത പൈസയിൽ നിന്ന് 8,000 രൂപ അവർക്ക് അയച്ചു കൊടുത്തു. ഇങ്ങനെ എന്തൊക്കെയോ കുറേ സംഭവങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ അങ്ങനെ നടന്ന് ഇവരിഷ്ടപ്രകാരം ഇവർ നോക്കിയ വീടാണ് സിലു ഇവിടെ നിന്ന് ഓക്കെ എന്ന് പറയുന്നത്. എന്നിട്ടാണ് ചെക്ക് ഒപ്പിട്ട് കൊടുക്കുന്നത്, അല്ലാതെ സിലു നോക്കിയ വീടല്ല. ഇപ്പം ആ വീട്ടിന് എന്താണ് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ വീട് ചെറിയൊരു വീടാണ് എന്നുള്ളത് അവർക്ക് മുൻപേ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. നമുക്കിന്ന് സ്വന്തമായിട്ടൊരു വീട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഞാൻ ഒരുപാട് പേരുടെ ഗതികെട്ട ജീവിതം കണ്ടതുകൊണ്ട് എനിക്കത് വലിയൊരു കാര്യമായിട്ടാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഒന്നുമില്ലാതെ അവിടെ നിന്നും നമുക്ക് അങ്ങനെ ഒരു സംഭവം കിട്ടുന്നത്, അവിടെ നിന്നുകൊണ്ട് നമുക്ക് എന്തും ചെയ്യാലോ പിന്നീട്. ഇപ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്. ഞാനിപ്പോൾ നമ്മുടെ ആ ഒരു ഭാഗം കാണിച്ചില്ലേ, എൻ്റെ സെപ്റ്റിക് ടാങ്ക് അവിടെയാണ് എന്നുള്ളത്. ഇപ്പോൾ ഇവർ ഫേസ് ചെയ്യുന്നൊരു ബുദ്ധിമുട്ട് ഇന്നാൾ എനിക്ക് വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു. അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ വിഷമം തന്നെയാണ് അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരുന്നത്. സെപ്റ്റിക് ടാങ്ക് പുറത്താണ്, അതിപ്പോൾ ലീക്ക് ആവുന്നുണ്ട്, നിറഞ്ഞിട്ട് ലീക്കായി അപ്പുറത്തെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പുറത്തെ വീട്ടുകാരൊക്കെ കംപ്ലൈൻറ്റ് പറയുകയാണ്, അവർക്കൊക്കെ വിഷമമുണ്ട്, നല്ല സ്മെല്ല് കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ അതൊന്ന് തുറന്ന് ക്ലീൻ ആക്കണം, അല്ലെങ്കിൽ കുഴി ഒന്ന് വലുതാക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അപ്പോൾ അവർ ആ വീട്ടിൽ നിന്നും താൽക്കാലികമായിട്ട് താമസം വേറൊരു വാടക വീട്ടിലേക്ക് മാറുകയാണ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ അടിയിൽ വന്ന കമൻസ്, ഞാൻ ഈ കമൻസ് റിയാക്ട് ചെയ്യുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇതെല്ലാം ഓരോ മനുഷ്യൻ്റെയും കാഴ്ചപ്പാടുകളും അവരുടെ അഭിപ്രായങ്ങളും നമ്മളെക്കുറിച്ചിട്ടുള്ള അവരുടെ തോന്നലുകളുമാണ്. അപ്പോൾ അത് ചില സമയങ്ങളിൽ നമ്മൾ തിരുത്തി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതിൽ കണ്ട കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ, സിലു ഒരു വീട് വാങ്ങിച്ചു കൊടുക്കുന്ന സമയത്ത് കണ്ടിട്ട് വല്ലാത്ത വിഷമം, വീട് വാങ്ങിയപ്പോൾ സിലു നോക്കി വാങ്ങണമായിരുന്നു, ഒരു കാര്യം ചെയ്യുമ്പോൾ ഉപകാരപ്പെടുന്ന രീതിയിൽ ചെയ്യണം, ഇത്രയും പെട്ടെന്ന് വീട് മാറണം, വീട് കിട്ടുന്നത് വരെ എങ്ങനെ ടോയ്ലറ്റിൽ പോകും, വല്ലാത്ത അവസ്ഥ എന്നുള്ളത്. ഇതുപോലെ ഒരുപാട് കമൻസ് എനിക്കെതിരെ വന്നിട്ടുണ്ട് എന്നാണ് ഋഷാനോട് ഞാനിത് കാണിച്ചപ്പോൾ ഋഷ പറഞ്ഞൊരു കാര്യം അതാണ്. എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ കേൾപ്പിക്കാം. കമന്റുകൾ നോക്കണ്ട, അതിനും വലിയ കമന്റുകളൊക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ ഞാൻ ഡിലീറ്റ് അടിച്ച് കളഞ്ഞിട്ടുണ്ട്. അതായത് കമൻറ്റുകൾ നോക്കണ്ട, അതിലും അപ്പുറം ഉള്ള കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ് എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ എന്താ ഇതിൽ തെറ്റ് ചെയ്തിട്ടുള്ളത്? ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അത്രയും ബുദ്ധിമുട്ടി ഇരിക്കാൻ ഒരു വീടാക്കി കൊടുത്തു എന്നുള്ളത്. സിലു നോക്കി വാങ്ങണമായിരുന്നു, വാങ്ങിയപ്പോൾ സിലു നോക്കി വാങ്ങണമായിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഞാൻ പോയിട്ട് ടോയ്ലറ്റ് ആരെങ്കിലും വീട് വാങ്ങുന്ന സമയത്ത് ടോയ്ലറ്റിൻ്റെ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞിട്ടുണ്ടോ എന്ന് തുറന്നു നോക്കിയിട്ട് ആരെങ്കിലും വാങ്ങുമോ? ഞാൻ കണ്ടിട്ടില്ല. ഇനി ആ ടോയ്ലറ്റിൻ്റെ സെപ്റ്റിക് ടാങ്ക് എത്രത്തോളം ആഴമുണ്ട് എന്ന് നമ്മൾ കൈയിട്ടൊന്നും നോക്കാനും പറ്റൂല. ഓക്കെ, നോട്ട് ദി പോയിന്റ്. ഇനിയൊരു കാര്യം, ഈ വീട് സിലു നോക്കി വാങ്ങിക്കൊടുത്ത വീടല്ല, ഇവരായിട്ട് നോക്കി ഇവർക്ക് ഈ വീട് മതി ഓക്കെ എന്ന് പറഞ്ഞൊരു വീടായിരുന്നു. കാരണം അവരുടെ കയ്യിലുള്ളതും നഷ്ടപ്പെട്ടു, വന്നതും നഷ്ടപ്പെട്ടു, ഇനി വേറൊരു വഴിയില്ല അവർക്ക്. ഞാൻ കൈ ഒഴിയോ എന്നുള്ള പേടിയുള്ള സമയത്ത് അവരായിട്ട് ഇങ്ങോട്ട് വന്നത് ഓക്കെ ആണെന്ന് പറഞ്ഞൊരു വീടാണ് സിലു ജസ്റ്റ് ഒപ്പിട്ട് കൊടുക്കുക മാത്രമാണ് ചെയ്തത്. അത് നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ ഓരോ മനുഷ്യനും ആലോചിക്കണം. എങ്ങനെ ഒരാളെ ഇതൊന്നും പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടാവുന്നതല്ലടോ. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പോലെ ഫോൺ എടുത്ത് ഓണാക്കിയതും ഒരു വീഡിയോ കാണുന്നു, അതിൽ കുറേ കാര്യങ്ങൾ കാണിക്കുന്നു, കഴിഞ്ഞു എന്നല്ല. കുറേ ദിവസത്തെ അധ്വാനത്തിൻ്റെയും മെൻ്റൽ പ്രഷറിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും ഓരോരുത്തരുടെ വായിലുള്ളത് കേൾക്കണതിൻ്റെയൊക്കെ അനന്തര ഫലമായിട്ടാണ് ഒരാളുടെ ജീവിതത്തിലേക്ക് ചിരി പടർത്താൻ നമുക്ക് കഴിയുന്നത്.
സിലു എത്രയോ കുടുംബങ്ങളുടെ ജീവിതത്തിൽ ചിരി പടർത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം അതിന് പകരം സിലു കുടുംബം കലക്കിയെന്ന ഒരു പേരും കൂടെ ഇപ്പം ഉണ്ട്. എന്താ ഇപ്പോൾ ഒരു ഭർത്താവ് സോപ്പ് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ സോപ്പ് തീർന്നു എന്ന് പറഞ്ഞാൽ നാളത്തെ ദിവസം ഡിവോഴ്സ് ചെയ്യാൻ പറയുന്ന സിലു ആക്കി മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ആൾക്കാർ. അതേസമയം എത്രയോ കുടുംബങ്ങളിലേക്ക് അവർക്ക് സന്തോഷങ്ങളിലേക്ക് സിലു കയറി ചെന്നപ്പോഴൊന്നും ഈ ഏമാമാർക്ക് വീഡിയോ ചെയ്യാനും അല്ലെങ്കിൽ ഈ സിലുവിനെ പുകഴ്ത്താനും ഒന്നും കണ്ടില്ല. എന്നെ പുകഴ്ത്തൊന്നും വേണ്ട, എനിക്ക് ആവശ്യമില്ല. പക്ഷേ ഒരു സ്ത്രീ വിദ്യാഭ്യാസം നേട്, നല്ലൊരു ജോലി നേട്. നിങ്ങൾ ഏത് സിറ്റുവേഷനിലായാലും ഭാവിയിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനും ഈ ഭൂമിയിൽ ജീവിക്കാനും ആ വിദ്യാഭ്യാസവും നിങ്ങളുടെ ജോലിയും നിങ്ങളുടെ ഏണിങ്സേ നിങ്ങളെ സഹായിക്കുള്ളൂ എന്ന് പറഞ്ഞതിന് സിലു ഇപ്പോൾ കുടുംബം കലിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്തത് സിലു വീട് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ നോക്കാണ്ട് വാങ്ങിക്കൊടുത്ത് ഉപകാരപ്പെടുന്ന പോലെ ചെയ്യണം എന്നുള്ള അടുത്ത പേരും കൂടെ ആയിട്ടുണ്ട്. ഓക്കെ, എന്ത് തന്നെ വന്നാലും ഞാൻ സ്ട്രോങ് ആണ്. ചില സമയം ഞാൻ ഭയങ്കര വീക്കായിരിക്കും, പക്ഷേ പഠിച്ചവൻ എന്നെ സ്ട്രോങ് ആക്കി കൊണ്ടേയിരിക്കും എന്നുള്ളൊരു വിശ്വാസത്തിന് പുറത്താണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ സിലു നോക്കാതെ വാങ്ങിച്ചു കൊടുത്തതല്ല. നമ്മൾ ആരും വീട് വാങ്ങുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ സെപ്റ്റിക് ടാങ്ക് തുറന്ന് നോക്കാറില്ല, നിറയാറായോ നോക്കാറില്ല. എൻ്റെ ഈ വീട് ഈ പറഞ്ഞ പോലെ ഒരു പഴയ വീടായിരുന്നു, കുറച്ച് ആൾക്കാർ താമസിച്ചൊരു വീടായിരുന്നു. എന്നിട്ടാണ് നമ്മൾ വാങ്ങുന്നത്. ഈ ഒരു സെപ്റ്റിക് ടാങ്ക് പ്രോബ്ലം ഞാൻ 1-2 കൊല്ലം ഈ വീട്ടിൻ്റെ ഉള്ളിലിരുന്ന് അനുഭവിച്ചിട്ടുണ്ട്. ഇതേപോലെ ഈ ടോയ്ലറ്റിൽ നിന്നും ബബിൾസ് ഇങ്ങനെ പൊന്തി ഇങ്ങനെ ബബിൾസായിട്ട് ഗ്ലു 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 ഗ്ലൂ എന്നുള്ള സൗണ്ടുകൾ വരും. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ ടോയ്ലറ്റിൽ നിന്നും വരും, ആ ടോയ്ലറ്റിൽ നിന്നും വരും. അതുമാത്രമല്ലാതെ ഭയങ്കര സ്മെല്ല്. ഈ 5 കുട്ടികളെയും വെച്ചിട്ട് നല്ല സ്മെല്ലായിട്ട് ഒരുപാട് ദിവസം 2 വർഷത്തോളം ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ. എന്നിട്ട് എൻ്റെ പ്രിയതമനോട് ഞാൻ പെട്ടെന്ന് നമുക്കൊരാളെ വിളിച്ച് എന്താണെന്നുള്ളത് നോക്കാം. എനിക്ക് ഭയങ്കര മനസ്സിൽ ബേജാറ് എന്താണെന്ന് വെച്ചാൽ അത് ശരിയാക്കണം എന്നുണ്ടെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ കൂടെ മാത്രമേ ഒരു ആക്സസ് ഉള്ളൂ. ഈ മണ്ണ് ഇത്ര ഹൈറ്റിന് മണ്ണും എവിടെ കാണില്ല, അത്രയും ഹൈറ്റിന് മണ്ണും കല്ലും ഇട്ട് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഫുള്ളും തോണ്ടിയെടുക്കണം, ടൈൽസ് പൊട്ടിക്കണം, എന്നിട്ട് ഉള്ളിലുള്ളതൊക്കെ തുറക്കണം, എന്നിട്ട് വേണം ഇത് നിറഞ്ഞിരിക്കുകയാണോ എന്താ ഏത് എന്നുള്ളത് അറിയാൻ എന്നെ വല്ലാതെ ബാധിച്ചൊരു കാര്യമായിരുന്നു. അങ്ങനെ എൻ്റെ പ്രിയതമനോട് ഞാൻ ഈ കാര്യം പറഞ്ഞു, ഒന്ന് റെഡിയാക്ക്, ടോയ്ലറ്റിൽ പോയി ഇരിക്കാൻ പറ്റില്ല. ഈ കുട്ടികളെ ചെറിയ കുട്ടികളെയൊക്കെ എങ്ങനെ നമ്മൾ ഇരുത്തുക, അതിലേക്ക് ഫുള്ളും നിറഞ്ഞിട്ട് വരുന്ന സമയത്ത് ഞാൻ അത്രയും ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പം എൻ്റെ പ്രിയതമൻ പറഞ്ഞു, ഇപ്പം എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല എന്നുകൊണ്ട് ഇങ്ങനെ ഓരോ ദിവസവും നീണ്ട് പോകുമ്പോൾ ഞാൻ ഞാനൊരു കുലസ്ത്രീയായിരുന്നു ഗായ്സ്, കുലസ്ത്രീയായിരുന്നു. ഓക്കെ, എൻ്റെ ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കണ്ട, വിഷമിപ്പിക്കണ്ട, ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അതിന് കുറച്ച് പൈസ ഉണ്ടാക്കി ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പ്രൊമോഷൻസ് വരുന്ന സമയത്ത് ആ പ്രൊമോഷൻ ചെയ്ത് കുറച്ച് പൈസ ആക്കിയതിന് ശേഷം ഇനി നിങ്ങൾ ആളിനെ വിളിക്കുക, നമുക്ക് ഈ ടോയ്ലറ്റ് ഒന്ന് ശരിയാക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ആളിനെ വിളിച്ചുകൊണ്ട് വന്ന് ഇവർ ഈ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നും ഇവിടുന്ന് ഞങ്ങൾ എങ്ങോട്ടും മാറിയിട്ടില്ല, ഈ വീടിൻ്റെ ഉള്ളിൽ തന്നെ താമസിച്ചുകൊണ്ടാണ് ഈ പണികളൊക്കെ ചെയ്യുന്നത്. ഫുള്ളും ഈ ജെല്ലി കാര്യങ്ങളെല്ലാം വാരിയെടുത്തിട്ട് വീട്ടിനുള്ളിലേക്ക് ഭയങ്കര സ്മെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വീടിൻ്റെ ഉള്ളിൽ കൂടിയാണ് വലിയ ഈ വണ്ണത്തിൽ, അതൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ പോയി കണ്ടാലും മനസ്സിലാവും. ട്യൂബ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് തുറന്ന് നോക്കിയ സമയത്ത് ഫുള്ളായിട്ട് വെള്ളം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വെള്ളം എല്ലാം അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് ഈ അടപ്പിന് യാതൊരുവിധ കുറവും ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത് ഞാനൊരിക്കലും ഓണറിനെ ഒന്നും ബ്ലെയിം ചെയ്തിട്ടില്ല. ഓണറിനെ എന്തിനാണ് നമ്മൾ ബ്ലെയിം ചെയ്യണത്? ഒരു പഴയ വീട് വാങ്ങുന്ന സമയത്ത് അത് സ്വാഭാവികമാണ്. അല്ലാതെ ആ ഇത്താത്താനെ കുറ്റം പറഞ്ഞിട്ട് കുറേ കമൻസ് ഞാൻ അതിൽ കണ്ടു. ഒരു പാവം ഒരു ഇത്താത്തയാണത്. അവരെന്ത് തെറ്റാ ചെയ്തത്? അവർ ടോയ്ലറ്റിലേക്ക് പോയതാണോ തെറ്റ്? എന്താ നിങ്ങൾ ഈ പറയണത്? ഇത് സ്വാഭാവികമായിട്ടുള്ളൊരു സംഭവമാണോ? എല്ലായിടത്തും നടക്കുന്ന സംഭവമാണോ? കുറേ കൊല്ലം കഴിഞ്ഞാൽ സെപ്റ്റിക് ടാങ്ക് നിറയും, അത് നമ്മൾ ക്ലീൻ ചെയ്യാന്നുള്ളത് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. ഇതിൽ വലിയ സെൻറ്റി അടിച്ച് വലിയ കാര്യമൊന്നും നമ്മൾ പറയേണ്ട ഒരു കാര്യമില്ല. ഇത്താത്താനെ കുറ്റം പറയുന്നു, എന്നെ കുറ്റം പറയുന്നു, എന്താണ് അതിൻ്റെ ആവശ്യം? ഇത് എല്ലായിടത്തും ഉണ്ടാകുന്നതാണ്. കുറേ കാലം കക്കൂസി പോയി കഴിഞ്ഞാൽ അത് നിറയും, വെള്ളം അതിലേക്ക് ഒരുപാട് പോയി കഴിഞ്ഞാൽ അത് നിറയും. അത് നമ്മളാളെ കൊണ്ടുവരിക, അത് ക്ലീൻ ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു സാധാരണ ഒരു സംഭവം. അവിടെ താമസിക്കാൻ പറ്റിയില്ലെങ്കിൽ തൽക്കാലം നമ്മൾ വേറെ എങ്ങോട്ടെങ്കിലും മാറി താമസിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ തന്നെ താമസിച്ചിട്ട് നമ്മൾ ചെയ്യുക. ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഞാൻ ഇവിടെ തന്നെയായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. അത് ക്ലീനാക്കി എന്നിട്ടും ഈ അടപ്പൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല. അവസാനം വേറെ എന്തൊക്കെയോ 2 ദിവസമൊക്കെ ആയി വേറെ എന്തൊക്കെയോ ചെയ്ത് വേറെ ട്യൂബ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് എനിക്ക് ഏറ്റവും തലവേദന പിടിച്ച സംഭവമായിരുന്നു. എന്നിട്ട് ഇനി എന്തോ ശരിയാവണമെങ്കിൽ ആവട്ടെ എന്നും പറഞ്ഞു ഈ ടോയ്ലറ്റത്തെ ഈ വെള്ളം ഫുള്ളും അടിച്ച് കയറ്റിയത് ഈ ഹോളിൽ കൂടെ ഈ ട്യൂബ് ഇട്ട് വലിയ ആ പൈപ്പ് ഇട്ട് പുറത്തേക്ക് റോട്ടിലേക്ക്
വണ്ടി വന്ന് നിന്ന് അവിടെ നിറച്ച്, കാരണം ഈ റോട്ടിൽ വേറൊരു വണ്ടി നിന്ന് കഴിഞ്ഞാൽ വേറെ വണ്ടിക്ക് പോകാൻ പറ്റില്ല. അടുത്ത വണ്ടി വരുമ്പോഴേക്കും ഇത് കഴിയണേ പഠിച്ചോനേ എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരിക്കും. ഇങ്ങനെ അനുഭവിച്ച ഒരു കാര്യം ചെയ്തൊരു കാര്യമാണ്. ഇതിന് നമ്മൾ പഴയ ഓണറിനെ കുറ്റം പറഞ്ഞിട്ട് തന്നാൽ മതിയായിരുന്നു. ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടോ. എന്തിനാടോ ആ പാവത്തെ താനിങ്ങനെ കുറ്റം പറയുന്നത്? അവരെന്ത് നല്ലൊരു സ്ത്രീയാണെന്നറിയോ, നല്ലൊരു പാവം മനുഷ്യനാണ്. അവരൊന്നും അറിഞ്ഞുകൊണ്ട് ആരെയും പറ്റിച്ചതൊന്നുമല്ല. നിങ്ങൾ പറയണ പറ്റിച്ചതാണെന്ന്, ഇതിലൊരു പറ്റിപ്പൂല്ലടോ. ഇതൊരു സാധാരണ ഒരു കാര്യമാടോ. ഇത് നിങ്ങൾ ഈ വലിയ കാര്യമായിട്ട് കാണിക്കേണ്ട കാര്യമൊന്നും ഇല്ല ഇവിടെ. എന്തിനാണ് ഇങ്ങനെ? സീലു ആരെയും പറ്റിച്ചിട്ടില്ല, എനിക്ക് പറ്റിക്കേണ്ട ആവശ്യമില്ല. സീലുക്ക് പോയിട്ട് ഒരു വീട് അവർക്ക് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൈയിട്ടിട്ട് ഇത് നിറയാനായോന്ന്, എത്ര കുഴി ആഴുണ്ടെന്ന് നോക്കാൻ പറ്റുമോ? നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയണത്? മോശമല്ലേ? വെറുതൊന്നല്ല ആരും ഈ ഭൂമിയിൽ സഹായിക്കാത്തത്. എന്താണെന്നറിയോ? സഹായിച്ച അതിൻ്റെ പേരിൽ പിന്നീട് ഭയങ്കര പ്രശ്നങ്ങൾ വരും. ഈ സഹായിച്ച ആൾക്കാരെ തന്നെ തിരിഞ്ഞു കുത്തും. കുറേയൊക്കെ കൊള്ളുമ്പോൾ ഇവരെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ, എന്തിൻ്റെ ആവശ്യം എനിക്ക് മറ്റുള്ളവരെ സഹായിക്കേണ്ടത്? എങ്ങനെയോ ആരോ ജീവിച്ചോട്ടെ, എനിക്ക് എൻ്റെ കാര്യം നോക്കി ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പോവും. ഞാൻ എൻ്റെ ഈ ഒരു പ്ലാറ്റ്ഫോം എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം, എൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രം, എൻ്റെ മക്കൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യാതെ നല്ല 4 കാര്യം ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യണമെന്നും കൂടിയുണ്ട്. അത് റീച്ചിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെയാണ്. എന്തിനാണ് ഈ റീച്ച്? ഓൾറെഡി റീച്ച് ഉള്ള ഒരാൾക്ക് ഇനി എന്തിനാണ് റീച്ച്? 1 മില്യൻ്റെ മേലെ എനിക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ ആയതിന് ശേഷമല്ലേ ഞാൻ ഈ ഒരു ചാരിറ്റിയിലേക്ക് പോലും ഇറങ്ങിയിട്ടുള്ളത്. ഓൾറെഡി റീച്ചൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷമല്ലേ, ഒരുപാട് കൊല്ലം ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടതിന് ശേഷമല്ലേ. അത് ഞാൻ രക്ഷപ്പെട്ട പോലെ ആരെങ്കിലും രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും ഒരു അവസരം എനിക്ക് അവസരം ഉണ്ടായിട്ടും ഞാൻ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് നാളെ എനിക്കൊരു കുറ്റബോധം തോന്നാതിരിക്കാനും വേണ്ടിയിട്ടല്ലേ ഞാൻ ഈ ബുദ്ധിമുട്ടി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാൻ ആലോചിക്കുന്നുണ്ട്, ഇതിൽ നിന്നൊക്കെ മാറി എൻ്റെ മാത്രം സുഖവും സൗകര്യങ്ങളും നോക്കി ജീവിക്കുന്ന ഒരു കാലം, ആ ഒരു മനസ്ഥിതിയിലേക്ക് ഞാൻ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാനിത് മോങ്ങിയിട്ട് പറയുന്നതല്ല കേട്ടോ, അങ്ങനെ നിങ്ങൾ വിചാരിക്കണ്ട. എൻ്റെ സൗണ്ട് ഇപ്പോൾ അങ്ങനെ ആയിപ്പോയി, എന്താ ചെയ്യുക? സൗണ്ടില്ല. അപ്പോൾ ചിലപ്പോൾ ഞാൻ വന്നിട്ട് മോങ്ങാൻ വന്നു എന്ന രീതിയിലേക്ക് പറയും. അവർ പുറത്ത് പറയാൻ പറ്റാത്ത കുറേ വിഷമങ്ങളുടെ ഉള്ളിൽ കൂടെ ജീവിക്കുന്നത് കൊണ്ടാണ് ഋഷയി കഷ്ടപ്പെടുന്നത്. അങ്ങനെ കഷ്ടപ്പെടാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ പല കാര്യങ്ങളും സ്ത്രീകളോട്, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ ഇടയുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ട്, ആ സമയത്ത് നിങ്ങൾക്ക് പിടിച്ച് നിൽക്കാൻ, നിങ്ങൾക്ക് കോൺഫിഡൻസോടെ പിടിച്ച് നിൽക്കാൻ ഒരു എഡ്യൂക്കേഷൻ വേണം, ഒരു നല്ലൊരു വരുമാനം വേണം എന്ന് ഞാൻ പറഞ്ഞത്. അതിന് ഞാൻ കുടുംബം കലിക്കുകയായി. സോപ്പ് തീർന്നാൽ പോയിട്ട് ഡിവോഴ്സ് ചെയ്യാൻ പറയത്ര ഞാനൊക്കെ അതിനൊന്നും പറയുന്നില്ല. പിന്നെ നമ്മുടെ ഈ സമൂഹത്തിൽ എങ്ങനെയാണെന്നറിയോ, ഒരു സ്ത്രീ എന്തെങ്കിലും ചെയ്തു എന്ന് പറയുന്നത് പോലും അംഗീകരിക്കാൻ വിഷമമുള്ള ആൾക്കാരാണ്. അപ്പോൾ കുറേ കുരു പൊട്ടുന്ന ആൾക്കാർ അത് വേറെ രീതിയിലേക്ക് മാറ്റാൻ കുറേ ആൾക്കാർ വരും. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ ഇതിനെയും കാണുന്നു. അപ്പോൾ ഈ വീടിൻ്റെ കഥ ഇതൊക്കെയാണ് കേട്ടോ. നമ്മൾ ഋഷയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചു കൊടുത്ത ആ ഒരു വീട് ചെറിയൊരു വീടാണ്, കുറേ ആൾക്കാർ താമസിക്കുന്നതാണ് എന്നുള്ള ഒരു സംഭവം ഞാൻ കുറേ വീഡിയോസിൽ പറയാതെ പറയുന്നതായിട്ടും അവർ ബുദ്ധിമുട്ടുന്നതായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അതിലൊരു കാര്യം നമ്മൾ ചിന്തിക്കുക, ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വേറെ ഒരു വഴിയില്ലാതെ നിങ്ങളായിട്ട് എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് കാണിച്ചു തന്ന ഈ വീട് മതി എന്ന് പറഞ്ഞ് നമ്മൾ അതിലേക്ക് ഇറങ്ങി പുറപ്പെട്ടതാണ്. അതിൻ്റെ പേരിൽ എന്നെ എന്താ പറയുക, മാനസികമായിട്ട് എന്നിൽ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാവണ്ട. കാരണം നമുക്ക് ഒന്നുമില്ലാതിരിക്കുന്ന സമയത്ത് റബ്ബ് ആ ഒരു ഇതെങ്കിലും കാണിച്ചു തന്നല്ലോ എന്നുള്ള ഒരു അൽഹംദുലില്ലാ, അതാണ് ഞാനിപ്പോൾ പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു വാടക വീട്ടിൽ വാടകയും ഉണ്ടാക്കേണ്ട ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവേണ്ടി വന്നിട്ടുണ്ടാവില്ല. ഇപ്പോൾ തൽക്കാലം വാടക കൊടുക്കാണ്ടെങ്കിലും കുട്ടികൾ കുറച്ച് ബുദ്ധിമുട്ടിയാലും പ്രശ്നമില്ലടോ. ഇനിയും നമ്മുടെ ജീവിതം കുറേ ഉണ്ട്, നമുക്ക് ഏർണിങ്സ് ഉണ്ടാക്കാനും വീട് വലുതാക്കാനും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസ് കുറേ ഉണ്ട്. തൽക്കാലം നമുക്കത് പടച്ചോൻ തന്നല്ലോ അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പടച്ചോൻ ഇനിയും ഒരുപാട് കൂട്ടിത്തരും. ഞാൻ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു സെപ്റ്റിക് ടാങ്കിൻ്റെ പണി നിങ്ങൾ എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 15 റുപ്യ ഇവിടെ നിന്ന് ചെക്ക് ഞാൻ അങ്ങോട്ടേക്ക് അയച്ചു തരാം. നിങ്ങളതെടുത്തിട്ട് ബാക്കി എത്ര തികയോ ഇല്ല എന്താ ഏതെന്നൊന്നും എനിക്കറിയില്ല. ഇപ്പം എനിക്കത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അലോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. 15,000 രൂപ ആ ഒരു പണിക്ക് വേണ്ടിയിട്ട്
എൻ്റെ ഭാഗത്തു നിന്നും ഞാൻ അയച്ചുതരാം. ഇതെൻ്റെ തെറ്റല്ല, ഐത്താത്താൻ്റെ തെറ്റല്ല, നിങ്ങളുടെയും തെറ്റല്ല. ഇത് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന ഒരു സാധാരണ ഒരു കാര്യമാണ്. അത് ഇത്ര വലിയൊരു സംഭവമാക്കേണ്ട ഒരു പ്രശ്നമല്ല. അതിനാണ് ഞാനിപ്പോൾ എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ സെപ്റ്റിക് ടാങ്ക് ഇതുപോലെ നിറഞ്ഞിട്ട് നമ്മൾ ബുദ്ധിമുട്ടിയ കാര്യങ്ങളും കൂടെ ഞാൻ പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ ബേജാറാവണ്ട. അതൊക്കെ സാധാരണമായിട്ട് എല്ലായിടത്തും സംഭവിക്കണതാണ്. നമുക്കത് ശരിയാക്കാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതിനും വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു വീട് കുറ്റം പറയണ്ട പ്ലീസ്. അതുപോലെ ഇല്ലാത്ത എത്രയോ പാവ ആൾക്കാർ റോഡ് അരികിൽ തണുത്ത് വിറച്ച് ജീവിക്കുന്നുണ്ട്. ചാലിൻ്റെ അരികിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട്, അന്യൻ്റെ വീട്ടിൽ പോയി കിടക്കുന്ന ആൾക്കാരുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ നമുക്കിത് അനുഗ്രഹമല്ലേ? കുറ്റം പറയരുത് കേട്ടോ, ആ വീടിനെ ഒരിക്കലും കുറ്റം പറയരുത്. ചെറിയ വീടാണ് എന്നുള്ളൊരു പ്രശ്നം മാത്രമേ അതിനുള്ളൂ. ബാക്കി എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കിപ്പോൾ പടച്ചോൻ കോരിച്ചൊരിഞ്ഞ അനുഗ്രഹം ചെയ്യട്ടെ. നിങ്ങളിപ്പോൾ കുറേ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ല, അതിലൊക്കെ പടച്ചോൻ ബർക്കത്ത് തരും. കുട്ടികളെയൊക്കെ വെച്ചിട്ട് ഇതൊക്കെ ചെയ്യുന്നത് ഒരുപാട് പ്രയാസമുള്ള കാര്യമാണ് എന്നൊക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷേ റബ്ബ് നിങ്ങൾ പ്രയാസപ്പെടുന്നതിനൊക്കെ അതിനുള്ള അധ്വാനത്തിനുള്ള പ്രതിഫലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരും. പക്ഷെ അതിൻ്റെ പേരിൽ മറ്റുള്ളവർക്ക് കുറ്റം പറയാനും വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഇതുപോലെ ഇട്ടുകൊടുക്കാതിരിക്കുക. അത് ആയിത്താത്താനെ ആണെങ്കിലും ശരി, ഞാനാണെങ്കിലും ശരി, നിങ്ങൾക്ക് അറിയിക്കണം. അത് ശരിയാണ്. നിങ്ങളൊരു വീട് മാറുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ജനങ്ങളെ നിങ്ങൾക്ക് അറിയിക്കണം എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ അത് നിങ്ങൾ അറിയിക്കുമ്പോൾ ആ ഒരു രീതി വരുന്നത് കണ്ടില്ല ആൾക്കാർ. നിങ്ങൾ തന്നെ പറയും ഇതിൻ്റെ അപ്പുറം കമൻ്റ് ഇട്ട ആൾക്കാരുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇവരെയൊക്കെ മനസ്സിൽ നമ്മളെക്കുറിച്ചുള്ള ചിന്തകൾ എന്തായിരിക്കും? വിഷമമുണ്ട് സത്യം പറഞ്ഞാൽ. ഒരു സഹായിച്ചതിൻ്റെ പേരിൽ നമ്മൾ ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. എനിവേ, മറ്റുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനായിട്ടൊക്കെ തോന്നാം. പക്ഷേ എനിക്കിത് ഇവിടെ ഈ ഒരു തെളിവായിട്ട് ഇങ്ങനൊരു സംഭവത്തിന് എനിക്കിതിവിടെ പറയേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ടും സോഷ്യൽ മീഡിയ യൂസ് ചെയ്താണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തത് കൊണ്ടും എനിക്കത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത്. ബുദ്ധിമുട്ടുണ്ടാക്കിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ.